ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദന മോളെ, പ്രകാശം മുഹൂർത്തം നോക്കിട്ട് വന്നു. ഇവള് പറയുന്നു ആ ദിവസം പാലുകാച്ച നടത്താൻ പറ്റില്ലെന്ന്. അല്ല, ഭാര്യയും ഭർത്താവും ആവുമ്പം അല്ലറ ചില്ലറ വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ലൊരു കാര്യം വരുമ്പം ഭർത്താവിന്റെ കൂടെ നിൽക്കണം ഭാര്യ. ദേ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. സുചിത്രടുത്ത് കാര്യമില്ലാത്ത കാര്യത്തിനൊന്നും അങ്ങനെ തർക്കിക്കുന്ന ആളല്ലമ്മേ. അങ്ങനെയൊക്കെയായിരുന്നു സ്വന്തം മോളെ കുറിച്ച് എന്റെ വിശ്വാസം. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറിത്തുടങ്ങി. മോളെ, വാശി കൊണ്ടൊന്നും ജീവിത പരീക്ഷ ജയിച്ചിട്ടില്ല. മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കണം. ചില കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കുകയും വേണം. ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം അനുസരിച്ചാ മതി. വ്യാഴാഴ്ചത്തെ മുഹൂർത്തത്തിൽ ഈ ചടങ്ങ് നടക്കില്ലെന്ന് പറയാൻ എനിക്ക് വ്യക്തമായ കാരണങ്ങൾ പറയാനുണ്ട്. പ്രകാശേട്ടൻ വെക്കുന്ന വീടാണല്ലോ. അമ്മ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിലേക്ക് മകൻ കാലെടുത്തു വെക്കുമ്പോ ജന്മം കൊടുത്ത അച്ഛന്റെ അമ്മയുടെ സാന്നിധ്യം വേണമല്ലോ. എന്താ, മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ അമ്മയ്ക്ക്? എന്താ അമ്മ, അമ്മയുടെ നാവ് ഇറങ്ങിപ്പോയോ? ഇവിടുത്തെ കാരണവരായിട്ടുള്ള 2 പേരെയാ കാണാതായിരിക്കുന്നത്. അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും ആർക്കും അറിയില്ല. ഈ അവസ്ഥയിൽ പാലുകാച്ച മാമാങ്കം അല്ല നടത്തേണ്ടത്. അവരെ കണ്ടുപിടിക്കാണ് ആവശ്യം. അകന്നൊരു ബന്ധുവിന്റെ പാലുകാച്ചലല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. കാണാതായവരുടെ രക്തത്തിൽ പിറന്ന സ്വന്തം മകന്റെ പാലുകാച്ച. ആ പാലുകാച്ചൽ ചടങ്ങ് കുറച്ചല്പം നീട്ടിവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് മോള് പറഞ്ഞത് ശരി തന്നെ. ഏറ്റവും പ്രധാനം മാധവേട്ടനെയും ചന്ദ്രികാമ്മയും എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുക തന്നെയാ. അങ്ങനെയെങ്കിൽ പ്രകാശനോട് പറഞ്ഞ് മറ്റൊരു തീയതി എടുക്കുന്നത് തന്നെയാ നല്ലത്. നിങ്ങളുടെ ചർച്ച ഞാൻ കേട്ടു. പക്ഷേ എല്ലാവരും കേൾക്കാനായിട്ട് ഞാൻ പറയാ, പാലുകാച്ച് തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ നടത്തും. പ്രകാശ മോനെ, അത് മാധവേട്ടനെയും ചന്ദ്രികാമ്മയും കാണാതായ ഈ സമയത്ത് തന്നെ നടത്തും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ വീടിന്റെ പാലുകാച്ചൽ ഞാൻ നടത്തിയിരിക്കും. അതിനെതിരെ പറയാൻ നിങ്ങൾക്കൊക്കെ 100 ന്യായങ്ങളുണ്ടാവും. എന്നാ പ്രകാശം പറയാൻ പോകുന്ന ന്യായം കൂടി നിങ്ങൾ കേട്ടോ. ആദ്യം പ്രസവിക്കുന്ന മക്കളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക സ്നേഹ കൂടുതലുണ്ടാവും. അത് അച്ഛന്റെയും അമ്മയുടെയും മാത്രം കുത്തക അവകാശമാണെന്ന് കരുതരുത്. മൂത്ത മക്കൾക്കും ഉണ്ടാവും അച്ഛനോടും അമ്മയോടും പ്രത്യേക സ്നേഹം. എവിടെ മറിഞ്ഞിരുന്നാലും സ്നേഹമുള്ള അച്ഛനും അമ്മയും മക്കളുടെ കാര്യം അന്വേഷിക്കും. അന്വേഷിക്കുമ്പോ മൂത്ത മകന്റെ വീടിന്റെ പാലുകാച്ച് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മയും വരും. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ അച്ഛനെ അമ്മയും കണ്ടെത്താനുള്ള മാർഗം കൂടിയാണ് ഈ പാലുകാച്ചല്. അത് ശരിയാ, അത് കൊള്ളാം. മോൻ പറഞ്ഞതാ ശരി. മോന്റെ ചിന്താഗതി ശരിയാ. മാനത്തെ കൊട്ട